ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവം നമുക്ക് തന്ന 10 കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിക്കുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി വ്യക്തികൾ വിവാഹം നടക്കാതെ നിരാശയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്, എന്നാൽ പല കാരണങ്ങളാൽ അതൊക്കെ മാറിപ്പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പങ്കുവച്ച ഒരു കാര്യമാണ്. ഈ സ്നേഹിതൻ്റെ റിലേഷനിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒത്തിരി വിവാഹങ്ങൾ വരുന്നുണ്ട്, എന്നാൽ ഈ പെൺകുട്ടി ഒന്നിനെ സമ്മതിക്കത്തില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും പറഞ്ഞ് ഇനി നിന്റെ അഭിപ്രായം നോക്കത്തില്ല, ഇനി വരുന്ന കല്യാണം ഉറപ്പായിട്ടും നടത്തുമെന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ പെണ്ണിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു ഈ വിവാഹം ഞങ്ങൾ നടത്തും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ ചെറുക്കൻ്റെ വീട്ടുകാരെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി വിളിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഈ ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവായിപ്പോയി. ഇങ്ങനെ പല കല്യാണങ്ങൾ വരുമ്പോഴും ഒരു പെൺകുട്ടി വിളിക്കും, അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാർ മാറിപ്പോകും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും എൻ്റെ സ്നേഹിതനോട് ഇങ്ങനെ പറഞ്ഞു ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതാരാണ് മുടക്കുന്നത് എന്നിങ്ങനെ ഒന്ന് അന്വേഷിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സ്നേഹിതന് തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് വിളിച്ച് ഇങ്ങനെ കല്യാണം മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്നേഹിതൻ ചെന്ന് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ്, അതുകൊണ്ട് അവളുടെ വിവാഹം ഞാൻ നടത്തത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സോദോം ഗൊമോറ നശിപ്പിക്കുവാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധവും ഇറക്കി സോദോം ഗൊമോറ നശിപ്പിക്കുവാൻ കാരണമായിട്ടുള്ള പാപം സ്വർഗഭോഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ ചില ആണുങ്ങളൊക്കെ ചിരട്ടകളൊക്കെ ഫിറ്റ് ചെയ്ത് പെൺവേഷമൊക്കെ കെട്ടി ഇങ്ങനെ റീൽസൊക്കെ എടുത്ത്, അല്ലെങ്കിൽ പെണ്ണും ആണും ഒക്കെ ഒന്നിച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്നതൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ലോകം മുഴുവനും കാണിക്കുമ്പോൾ അതിനൊക്കെ ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് മക്കളൊക്കെ ഇതിനെയൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇവരൊക്കെ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകളിൽ യൂട്യൂബിലൊരു വീഡിയോസൊക്കെ കണ്ടതാണ്. ഒരു ചെറുക്കനും കൂടി വിവാഹം കഴിച്ച് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ജീവിതം ഇനി കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇടുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന കൽപ്പന 1 മുതൽ 10 വരെയുള്ള ആ കൽപ്പനകൾ പാലിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ക്രിസ്ത്യാനികൾ തന്നെ ഈ സ്വർഗഭവത്തിലേക്കൊക്കെ വീണു പോകുമ്പോൾ കർത്താവ് എത്രമാത്രം വേദനിക്കുന്നു, കർത്താവ് ഇതിനെതിരെ എത്രമാത്രം കഠിനമായിട്ടുള്ള ശിക്ഷ തരുമെന്നൊക്കെ ചിന്തിക്കാതെ പലരും ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയാറില്ല. നമ്മൾ കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന സംഭവം ഇന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈശോ എത്രമാത്രം വേദനിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മ എത്രമാത്രം രക്തക്കണ്ണീരൊക്കെ ഒഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ പല കുടുംബങ്ങളിലും പല വ്യക്തികളിലും ഇതുപോലെയൊക്കെയുള്ള സ്വർഗഭോഗത്തിൻ്റെതായിട്ടുള്ള ദുരാത്മാവൊക്കെ കയറി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ പ്രാർത്ഥിക്കാതെ, ഈ കഴിഞ്ഞ നാളുകളിലെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു മകളുടെ വിവാഹം നടക്കാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരാളിങ്ങനെ പറയും. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ്, അവരൊന്നിച്ച് വിവാഹം കഴിച്ച് ജീവിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ ഹൃദയം തകർന്നു പോകുന്ന അവസ്ഥയിലൂടെയാണ് ഈ അമ്മ കടന്നു പോകുന്നത്. ഇതുപോലെയുള്ള ഒത്തിരി മാതാപിതാക്കന്മാര് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള തിന്മകൾക്കെതിരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാം. വചനം പറഞ്ഞ് സ്വർഗവിവാഹത്തിൻ്റെയൊക്കെ ദുരാത്മാക്കളെ അല്ലെ വ്യഭിചാരത്തിന്റെ ദുർഭൂതത്തെയൊക്കെ നിർവീര്യമാക്കുവാൻ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കുന്നവരായിട്ട് മാറുവാൻ പ്രത്യേകിച്ചും മാതാപിതാക്കന്മാരൊക്കെ മക്കളോട് നല്ലത് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കൂടുതലും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുത്ത് ഇങ്ങനെ റീൽസൊക്കെ എടുത്ത് ഇങ്ങനെ
മക്കളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഇവരിത് ആർത്തിയോടെ കണ്ട് ആകാംക്ഷയോടെ നോക്കി ഇവരുടെ ജീവിതത്തിലേക്കും ഈ തിന്മയുടെ സ്പിരിറ്റുകൾ കയറി പ്രവർത്തിക്കും. ഇവരും നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാനായിലെ കല്യാണ വിരുന്നില് പരിശുദ്ധ അമ്മ മാതാവ് മാധ്യസ്ഥം വഹിച്ച് ആ കുടുംബത്തിന്റെ നാണക്കേട് മാറ്റിയതുപോലെ ഈ കാലഘട്ടത്തില് നമ്മുടെയൊക്കെയുള്ള കുടുംബങ്ങളിലെ നാണക്കേട് മാറ്റുവാൻ വേണ്ടി അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ കൃപയാൽ നിറയപ്പെട്ടവരായിട്ട് മാറുവാൻ നമ്മളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് വിവാഹം നടക്കാത്ത ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് പ്രീതികരമായ വിധത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറുവാൻ, മാതാപിതാക്കന്മാര് മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവ് എല്ലാ മാതാപിതാക്കന്മാരെയും, എല്ലാ മക്കളെയും, എല്ലാ യുവതീ യുവാക്കന്മാരെയും പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. വചനത്തിന്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും വ്യാപരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.